ഹലോ, വെൽക്കം ബാക്ക്. ഒരുപാട് ഇൻട്രൊഡക്ഷനൊന്നുമില്ല. 2026 എൻ്റെ വിഷൻ ബോർഡ് ഞാൻ റെഡിയാക്കുകയാണ്. കഴിഞ്ഞ 2 വർഷങ്ങളിലും എൻ്റെ വിഷൻ ബോർഡ് എന്ന് പറയുന്നത് എൻ്റെ ഫോണിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു ഡിജിറ്റൽ പ്രിൻ്റ് ആയിരുന്നു. ആൻഡ് അതിൽ പലതും നടന്ന സന്തോഷത്തിന് ഈ ഒരു വർഷം ഹാർഡ് കോപ്പി ആയിട്ട്, അതല്ലെങ്കിൽ പേപ്പറിലും ബോർഡിലും ഒക്കെ ആയിട്ട് എൻ്റെ വിഷൻ ബോർഡ് റെഡിയാക്കാനാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അതേപോലെ ഒരുപാട് ടൈം എടുത്തിട്ട് വേണം 2026 വിഷൻ ബോർഡ് തയ്യാറാക്കാൻ എന്നും ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഡിസംബർ അവസാനത്തിലേക്ക് ഞാൻ ആ ഒരു കാര്യം മാറ്റിവെച്ചത്. ഇപ്പം വിഷൻ ബോർഡ് എന്ന് പറയുന്നത് ഒരുപാട് ഇൻട്രൊഡക്ഷൻ ആവശ്യമുള്ള ടോപ്പിക്കല്ല. ഇന്ന് കോമൺ ആയിട്ട് എല്ലാവരും കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വിഷൻ ബോർഡ് ഒരിക്കലും ഒരു മാജിക് അല്ല. നമ്മുടെ സ്വപ്നങ്ങളോ നമ്മുടെ ഡ്രീംസൊക്കെ നടത്തി തരുന്ന ഒരു മാജീഷ്യനോ മാജിക്കോ ഒന്നും അല്ല വിഷൻ ബോർഡ്. പക്ഷേ നമ്മുടെ സ്വപ്നങ്ങളിലേക്കും ഡ്രീംസിലേക്കും ഗോൾസിലേക്കൊക്കെ പെട്ടെന്ന് എത്തിക്കുന്ന ഒരു ആക്സിലറേറ്ററാണ് വിഷൻ ബോർഡ്. സോ 2026 വിഷൻ ബോർഡ് നമുക്ക് ഒരുമിച്ച് റെഡിയാക്കാം. അതിന് ചില സ്റ്റെപ്സ് ആയിട്ടാണ് പറയുന്നത്. ഈസി ആയിട്ട് നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന രൂപത്തിൽ 1 മുതൽ 7 വരെയുള്ള സ്റ്റെപ്സ്. ഒന്നാമത്തത് ക്ലാരിറ്റിയാണ്. നമുക്ക് കൃത്യമായിട്ട് എന്താണ് വേണ്ടത് എന്ന ക്ലാരിറ്റി ഉണ്ടായിരിക്കണം. അത് ഏത് ഫീൽഡിലും ആവാം. ഹെൽത്ത്, വെൽത്ത്, റിലേഷൻഷിപ്പ്, എഡ്യൂക്കേഷൻ, ഫാമിലി, മെറ്റീരിയൽസ്, വീട്, കാർ, ഇങ്ങനെയുള്ള എന്താണെങ്കിലും അതെന്തൊക്കെയാണ് നമുക്ക് കൃത്യമായി വേണ്ടത്, നമ്മൾ ആഗ്രഹിക്കുന്നത് എന്ന ഒരു ക്ലാരിറ്റി നമ്മൾ ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. രണ്ടാമത്തത് കളക്ട് പിക്ചേഴ്സ് ആൻഡ് വേർഡ്സ്. നമ്മുടെ ഡ്രീംസിന് അനുസരിച്ചിട്ടുള്ള പിക്ചേഴ്സും വേർഡ്സും ഒക്കെ കളക്ട് ചെയ്യുക. അഫർമേഷൻസ്, പോസിറ്റീവ് കോട്ട്സ്, അങ്ങനെ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്നത് എന്താണോ അത് നമുക്ക് കളക്ട് ചെയ്യാം. പിൻട്രസ്റ്റിലൊക്കെ ഇഷ്ടംപോലെ ഇമേജസും അല്ലെങ്കിൽ കോട്ട്സും റൈറ്റിങ്സും ഒക്കെ കിട്ടും. അങ്ങനെ നമ്മൾ പിക്ചേഴ്സും അഫർമേഷൻസും ഒക്കെ കളക്ട് ചെയ്യുക എന്നുള്ളതാണ് സെക്കൻഡ് വൺ. ആൻഡ് തേർഡ് സ്റ്റെപ്പ്, പ്രിൻറ്റ് ദ പിക്ചർ. ഓഫ് കോഴ്സ് നമ്മളൊരു പേപ്പറിലോ അതല്ലെങ്കിൽ ഷീറ്റിലോ ബോർഡിലൊക്കെ ആയിട്ട് ഉണ്ടാക്കുന്ന സമയത്ത് അത് നമ്മൾ കൃത്യമായിട്ട് പ്രിൻ്റ് എടുക്കണം. അപ്പം ക്ലാരിറ്റിയോടുകൂടി തന്നെ അത് പ്രിൻ്റ് എടുക്കുക. ആൻഡ് ദ ഫോർത്ത് സ്റ്റെപ്പ്, കട്ട് ദ പിക്ചേഴ്സ് ആൻഡ് അഫർമേഷൻസ്. നമ്മൾ പ്രിൻ്റ് എടുത്തിട്ടുള്ള പിക്ചേഴ്സ്, അഫർമേഷൻസ്, കോട്ട്സ് എന്താണോ അത് കട്ട് ചെയ്യുക. ആവശ്യത്തിനുള്ള അളവിന് അത് കട്ട് ചെയ്തെടുക്കുക. ആൻഡ് ദ ഫിഫ്ത്ത് സ്റ്റെപ്പ്, അറേഞ്ച് ഇറ്റ് ഇൻ എ ബോർഡ്. ഒരു ബോർഡിൽ, അതല്ലെങ്കിൽ നമ്മൾ എവിടെയാണോ അത് സ്റ്റിക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു ബോർഡിൽ അത് അറേഞ്ച് ചെയ്ത് നോക്കുക. ബോർഡ്, ഷീറ്റ് എന്തും ആയിക്കോട്ടെ, അതിൽ നമ്മൾ അറേഞ്ച് ചെയ്ത് നോക്കാം. ആദ്യം തന്നെ സ്റ്റിക്ക് ചെയ്യരുത്, എന്ന് വെച്ചാൽ പശ തേച്ച് ഒട്ടിച്ച് വെക്കരുത്. ഫസ്റ്റ് സ്പേസ് നോക്കി അത് അറേഞ്ച് ചെയ്തതിന് ശേഷം മാത്രം പിന്നെ നമുക്കത് കൃത്യമായിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ആൻഡ് സിക്സ്ത് വൺ, കീപ്പ് ഇറ്റ് ഓർ യു സീ ഓഫൻ. നമ്മളെപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലത്ത് അത് വെക്കണം എന്നുള്ളതാണ്. ഇനി നമ്മുടെ വിഷൻ ബോർഡ് ആരെങ്കിലും കാണുന്നതിന് മടിയുള്ളവരോ അല്ലെങ്കിൽ ഹോസ്റ്റലിൽ അങ്ങനെയൊക്കെ താമസിക്കുന്നവരുണ്ടെങ്കിൽ നമുക്കത് കബോർഡിലൊക്കെ കീപ്പ് ചെയ്യാം. പക്ഷേ നമ്മൾ ഡെയിലി അത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്താം. നമ്മൾ ഈ ഡ്രീംസും ഗോൾസും അല്ലെങ്കിൽ അതിൻ്റെ ഇമേജസൊക്കെ കാണുന്ന സമയത്ത് അത് നമ്മുടെ മൈൻഡിലേക്ക് കയറുന്നുണ്ട്. അപ്പം അത് കുറച്ച് ടൈം എടുത്തിട്ട് തന്നെ ഓരോ ദിവസവും നമ്മളത് നോക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അത് നോക്കുന്ന സമയത്തും ഇതൊക്കെ നമ്മൾ അച്ചീവ് ചെയ്തതുപോലെ വിഷ്വലൈസ് ചെയ്യുക കൂടി ചെയ്യണം. ആൻഡ് സെവൻത്ത് വണ്ണാണ് ടേക്ക് ആക്ഷൻ. ഈ പറഞ്ഞ സ്റ്റെപ്പുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റെപ്പാണിത്, ടേക്ക് ആക്ഷൻ എന്നുള്ളത്. ഒന്നാമത്തെ ക്ലാരിറ്റിയും അവസാനത്തെ ആക്ഷനുമാണ് നമ്മൾ ഡ്രീംസിലേക്ക് എത്തിക്കുക. സോ നമ്മൾ ഡ്രീംസ് ഉണ്ടെങ്കിൽ അത് ഒരു ബോർഡിലാക്കി എടുത്ത് സൂക്ഷിക്കുകയല്ല വേണ്ടത്. ഓരോ ദിവസവും നമ്മൾ അതിന് വേണ്ടിയിട്ട് എന്താണ് ചെയ്തത്, അതല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് ഇവാലുവേറ്റ് ചെയ്യുക. ആൻഡ് ഓരോ ദിവസവും നമ്മൾ പുതിയ ഒരു സ്റ്റെപ്പ് നമ്മളെ ഡ്രീംസിലേക്ക് എടുക്കാനും ശ്രദ്ധിക്കാം. അപ്പം ഇത്രയാണ് ഒരു വിഷൻ ബോർഡ് മേക്കിങ്ങിൻ്റെ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത്. ആൻഡ് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.